നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ആ വലിയ കളിക്കാരെ അങ്ങ് തൂഫാനാക്കി കൊടുത്തു ശ്വേതാ മേനോൻ. അമ്മ ജനറൽ ബോഡിയിലേക്ക് ഇരച്ചു കയറിയ താരങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ബഹളം കൂട്ടി ഒച്ചവെച്ച് ശ്വേതാ മേനോനെയും സംഘത്തെയും വിറപ്പിച്ചവർ അന്ന് ഇറക്കിവിട്ടു. ബാബുരാജിൻ്റെ ഉജ്ജ്വല പ്രകടനം അന്നേറെ വാർത്താ പ്രാധാന്യം നേടി. വലിയ ബോംബാണെന്ന് ബാബുരാജ് ശ്വേതാ മേനോനും സംഘത്തിനുമെതിരെ പൊട്ടിച്ചത്. BJP ബന്ധവും BJPയുടെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കാനുള്ള നീക്കവുമൊക്കെ ബാബുരാജ് അങ്ങ് വിശദീകരിച്ചു. വലിയ ആസൂത്രിത നീക്കമായിരുന്നു ബാബുരാജിൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്തു നിന്ന് അന്ന് അമ്മ ജനറൽ ബോഡിയിൽ നമ്മൾ കണ്ടത്. ഗത്യന്തരമില്ലാതെ അന്ന് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിക്കുന്നു. അമ്മ അംഗത്വത്തിൽ നിന്ന് പോലും താൻ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്വേതാ മേനോനും സംഘവും ജനറൽ ബോഡിയിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവർ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു പറഞ്ഞു. തങ്ങളെ ആസൂത്രിതമായി ചിലർ ആക്ഷേപിക്കുകയായിരുന്നു. ശ്വേതാ മേനോനും സംഘവും ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയതിന് തൊട്ടു പിന്നാലെ അടുത്ത കമ്മിറ്റി എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന. അതിനിടയിലാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന ആശയം പുറത്തേക്ക് വന്നത്. നടൻ ജഗദീഷാണ് അന്ന് രമേഷ് പിഷാരടിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ രമേഷ് പിഷാരടി അവിടെയില്ല. രമേഷ് പിഷാരടിയെ വിളിച്ച് കാര്യങ്ങൾ ബോർഡിലൂടെ അവതരിപ്പിക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല രമേഷ് പിഷാരടിക്കാണ് എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. അങ്ങനെ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി കാര്യങ്ങളൊക്കെ തങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്ന സന്തോഷത്തിലായിരുന്നു സിദ്ദിഖും ബാബുരാജും സംഘവും. സിദ്ദിഖ്, മജീദ്, സാദിഖ്, സുരേഷ് കൃഷ്ണ, ബാബുരാജ്, ഇടവേള ബാബു, മാലാ പാർവതി, അപ്പ ഹാജ തുടങ്ങിയ 8 പേരാണ് അന്ന് ശ്വേതാ മേനോനും സംഘവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ ബോഡിയിൽ നിറഞ്ഞാടിയത്. ഒടുവിൽ അവിശ്വാസ പ്രമേയത്തിന് പിന്നിലും കളിച്ചത് ഇവർ തന്നെ. തന്നോടേറെ സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഈ നടന്മാരും ചില നടികളും ഒത്തൊരുമിച്ച് ശ്വേതയ്ക്കും സംഘത്തിനുമെതിരെ നീങ്ങിയപ്പോൾ അത് നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അന്ന് മോഹൻലാലിന് കഴിഞ്ഞുള്ളൂ. തുടക്കത്തിൽ ശ്വേതാ മേനോനും സംഘത്തിനുമെതിരെ നിലപാടെടുത്ത ഗണേശൻ ഇതിനു പിന്നിൽ അട്ടിമറിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇതിൽ പൊട്ടിത്തെറിച്ച് അമ്മ ജനറൽ ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബൈലോയിലില്ലാത്ത ഒരു കാര്യമാണ് താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്നത്. തങ്ങളുടെ ഭാഗം വിജയിച്ചുവെന്നും ശ്വേതാ മേനോനെയും കൂട്ടരെയും പുറത്താക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അഭിമാനത്തോടെയാണ് അന്ന് സിദ്ദിഖും സംഘവും മടങ്ങിയത്. പിന്നീടിത പിഷാരടി മുന്നോട്ട് വന്ന കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഒടുവിലിത ശ്വേതാ മേനോൻ മലയാള സിനിമാ ലോകത്തെ വലിയ മല്ലന്മാരെ മലർത്തിയടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതാവട്ടെ അത്ഭുതമുളവാക്കുന്നതും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു, അമ്മ അംഗത്വം താൻ രാജിവെച്ചിട്ടില്ല, ഭാരവാഹിത്വവും രാജിവെച്ചിട്ടില്ല, രാജിക്കത്ത് താൻ ആരുടെ കയ്യിലും കൈമാറിയിട്ടില്ല. പിന്നീടവർ അതീവ രഹസ്യമായി എറണാകുളം മുനിസിപ്പൽ കോടതിയെ സമീപിച്ചു. അഡ്ഹോക് കമ്മിറ്റി ബൈലോയിലില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ കോടതി അഡ്ഹോക് കമ്മിറ്റിക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഒരു ദിവസം മുൻപാണ് രമേഷ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു മൊബൈൽ സംഭാഷണം പുറത്തു വന്നത്. സംഭാഷണം ലീക്കായതല്ല, റിലീസായതാണ് എന്ന് രമേഷ് പിഷാരടി പിന്നീട് പ്രതികരിച്ചിരുന്നു. രമേഷ് പിഷാരടിയുടെ ഇരട്ടത്താപ്പ് പലതും ആ സംഭാഷണത്തിൽ പുറത്തു വന്നു. ശ്വേതാ മേനോനെ അനുനയപ്പെടുത്താൻ ഒരു തലത്തിൽ ശ്രമിക്കുന്നു, മറുതലത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ രമേഷ് പിഷാരടി നടത്തിയ ഡബിൾ ഗെയിം വ്യക്തമാക്കുന്നതാണ് ആ ഓഡിയോ സന്ദേശം. താൻ രാജിവെച്ചൊഴിച്ചിട്ടില്ല, ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ വ്യവസ്ഥകൾ ബൈലോയിലില്ല, നിയമപ്രകാരം അഡ്ഹോക് കമ്മിറ്റി നിലനിൽക്കില്ല എന്ന് കോടതിയിൽ വാദിച്ചു ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ കോടതിയിൽ നീങ്ങിയത് മറുപക്ഷം അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് അനുകൂല വിധി പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ബാബുരാജ് സംഘവും. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതുവരെ മുൻ വർഷങ്ങളിലെ കീഴ്വഴക്കമനുസരിച്ച് പഴയ സമിതി തന്നെ തുടരണമെന്നാണ് ശ്വേതാ മേനോൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് അംഗീകരിക്കപ്പെട്ടു. കോടതി ഉത്തരവ് വന്നതോടെ നിൽക്കക്കള്ളിയില്ലാതെ രമേഷ് പിഷാരടി രാജിവെച്ചിറങ്ങി ഓടുകയായിരുന്നു. 32 വർഷം പാരമ്പര്യമുള്ള സംഘടനയെ കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് രമേഷ് പിഷാരടി പ്രതികരിച്ചത്. പ്രശ്നപരിഹാരത്തിനാണ് താൻ ശ്വേതാ മേനോനുമായി മൊബൈലിൽ സംസാരിച്ചത്. അതാവട്ടെ ചിലർ പുറത്തുവിടുകയും ചെയ്തുവെന്ന് രമേഷ് പിഷാരടി പരിതപിക്കുന്നു. ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ തനിക്ക് കടുത്ത മാനസിക വിഷമമുണ്ട് എന്ന് രമേഷ് പിഷാരടി ഇപ്പോൾ വ്യക്തമാക്കുന്നു. അമ്മ സംഘടനയുടെ ജനറൽ ബോഡി നടന്ന ദിവസം അവിടെയുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും രാജിവെക്കുകയാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു.
അങ്ങനെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് താൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പെട്ടെന്നൊരു അനാഥത്വമുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി ഇരുത്താം എന്ന തലത്തിൽ ചർച്ചകൾ തുടങ്ങി. എന്നാൽ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോയപ്പോൾ എൻ്റെ പേർ മുന്നോട്ട് ചിലർ നിർദ്ദേശിച്ചു. പിന്നീട് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനയിൽ ഇങ്ങനെയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കേണ്ട സാഹചര്യം തന്നോട് വിശദമാക്കി. ഒടുവിൽ ആ കമ്മിറ്റിയെ കോടതി സ്റ്റേ ചെയ്തതോടെ ആ കമ്മിറ്റിയുടെ നിയമസാധുത ഇല്ലാതായി എന്ന് രമേഷ് പിഷാരടി പറയുന്നു. ഇത് വിധിയല്ല, സ്റ്റേ ആണ്. ആ സ്റ്റേയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതിൽ കമ്മിറ്റിയെ മൊത്തത്തിലല്ല എന്നെ വ്യക്തിപരമായി പരാമർശിച്ചിരിക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ എനിക്കൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള അധികാരമില്ല എന്ന രീതിയിൽ നിന്നാണ് കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുന്നത്. താൻ ശ്വേതയോടും അൻസിബയോടും ടിനിയോടും അവരുടെ അഡ്വക്കേറ്റുമാരോടും മല്ലിക ചേച്ചിയോടും ലക്ഷ്മിപ്രിയോടുമൊക്കെ മണിക്കൂറുകളോളം സംസാരിച്ചുവെന്നാണ് രമേഷ് പിഷാരടി വ്യക്തമാക്കുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ മാത്രമാണ് പുറത്തു വന്നത്. എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുണ്ടായിരുന്ന ഒരാളുമായി ഞാൻ നിരന്തരം കോൺടാക്റ്റുണ്ടായിരുന്ന ഒരാൾ, അയാളുമായി താൻ നടത്തിയ സംഭാഷണം പുറത്തുവിടുക, നമ്മൾ ഒരു പ്രശ്നം രമ്യതയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്, അത്തരമൊരു ആഗ്രഹവും പ്രതീക്ഷയും. എന്നാൽ അനുരഞ്ജന സംഭാഷണങ്ങളുടെ ഓഡിയോ പുറത്തുവിട്ടതിൽ എനിക്ക് വ്യക്തിപരമായ വലിയ വേദനയുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നുപോലും രാജിവെച്ചു പോയ ഒരാൾക്ക് എങ്ങനെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാൻ കഴിയും എന്നാണ് രമേഷ് പിഷാരടി ഇപ്പോൾ ചോദിക്കുന്നത്. പിഷാരടി അക്ഷരാർത്ഥത്തിൽ തേച്ചൊട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്വേതാ മേനോൻ്റെ കളി അതുക്ക് മുകളിൽ. കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് കടിച്ചു തൂങ്ങി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല. അമ്മയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരും ഈ സംഘടനയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായ പലരും എന്നെക്കാൾ എത്രയോ സീനിയറായ വ്യക്തികളാണ്. കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ ജനറൽ ബോഡിയിൽ വെച്ചപ്പോൾ അത് പാസ്സായിരുന്നില്ല. ആ കണക്കുകൾ പാസ്സാകാതിരുന്നപ്പോൾ തന്നെ കമ്മിറ്റിയുടെ അധികാരം നഷ്ടപ്പെട്ടതാണ്. ഔദ്യോഗികമായി അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെക്കണമെങ്കിൽ ഒന്നുകിൽ തിരുവനന്തപുരത്തെ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ മറ്റാരെങ്കിലും അവിടെ വേണം. അന്ന് ജനറൽ ബോഡിയിൽ വെച്ച് അവർ നടത്തിയ ആ പ്രഖ്യാപനമാണ് കമ്മിറ്റി ഔദ്യോഗിക രാജിയായി കണക്കാക്കിയത്. അഡ്ഹോക് കമ്മിറ്റി സംഘടനയുടെ ബൈലോയിലില്ല എന്ന് പറയുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ട് എന്നാണ് രമേഷ് പിഷാരടിയുടെ വിശദീകരണം. നമ്മൾ വൈകിട്ട് 7 മണിക്ക് ഒരു മീറ്റിംഗ് കൂടുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ അവിടെ മെഴുകുതിരി കത്തിക്കണോ അതോ വിളക്ക് കത്തിക്കണോ എന്നൊന്നും ബൈലോയിൽ എഴുതി വയ്ക്കില്ല. എന്നാൽ ശ്വേതാ മേനോൻ പിന്നീട് ഫേസ്ബുക്കിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി. അതാവട്ടെ രമേഷ് പിഷാരടി അടക്കം തേച്ചൊട്ടിക്കുന്ന തലത്തിൽ. അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയരുത് എന്ന് തന്നോട് മമ്മൂട്ടിയും മോഹൻലാലും ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഒരു ശ്രമം നടന്നു. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ വ്യക്തതയില്ലെന്നും പാസ്സാക്കാൻ കഴിയില്ലെന്നുമാണ് അംഗങ്ങൾ അപ്പോൾ വാദിച്ചത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ താൻ പിന്മാറില്ല. അമ്മയുടെ ബൈലോയിലില്ലാത്ത അഡ്ഹോക് കമ്മിറ്റി എങ്ങനെയാണ് നിലവിൽ വന്നത് എന്ന് ശ്വേത ചോദിക്കുന്നു. മുൻപ് ലാലേട്ടൻ്റെ കമ്മിറ്റി രാജിവെച്ചപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എന്തുകൊണ്ട് അന്ന് വേറെ അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം കൊടുത്തില്ല? പകരം മോഹൻലാൽ നയിച്ച അതേ ഭരണസമിതി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നു. രമേഷ് പിഷാരടി നേതൃത്വം നൽകുന്ന അഡ്ഹോക് കമ്മിറ്റിയിൽ മുൻ മന്ത്രി KB ഗണേഷ് കുമാർ അംഗമാണ്. സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി ഡേവിഡ്, കൃഷ്ണപ്രഭ, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് മറ്റംഗങ്ങൾ. റോണി മാത്രം നേരത്തെ രാജിവെച്ച കമ്മിറ്റിയിലും അംഗമാണ്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും രാജിവെക്കരുത് എന്ന് തന്നോട് പറഞ്ഞു. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഭൂരിപക്ഷം അംഗങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: സംഘടനയിലെ ചില തർക്കങ്ങൾ മുതലെടുത്ത് സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. രാജിവെക്കരുതെന്നും എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും എന്നോട് പറഞ്ഞ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഈ പോരാട്ടത്തിൽ എനിക്കൊപ്പം ഉറച്ചു നിന്ന എല്ലാ അമ്മ മെമ്പർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അമ്മയുടെ ഭൂരിപക്ഷം അംഗങ്ങളാണ്. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെപ്പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലൂടെയോ ഓടിളക്കിയോ അല്ല. ശ്വേതാ മേനോനും കൂട്ടരും രാജിവെച്ചു എന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അൻസിബ അടക്കം ചാനലുകളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും വന്ന് നിറഞ്ഞാടിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നോക്കി കലിപ്പിൽ ഇപ്പോൾ ശ്വേത പറയുന്നു, അങ്ങനെ എളുപ്പം ഞങ്ങളെ ഇറക്കിവിടാൻ കഴിയില്ല. ഇന്ന് കൊച്ചിയിൽ വെച്ച് അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ്, മാല പാർവതി
എന്നിവർ ഒരു വാർത്താ സമ്മേളനം നടത്തി. ശ്വേതാ മേനോൻ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയെ അഡ്ഹോക് കമ്മിറ്റി ആക്കാത്തതിന് പിന്നിൽ ചില ലോജിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് അൻസിബ ഇന്ന് വിശദീകരിച്ചത്. അതിന് വ്യക്തമായ ലോജിക്കുണ്ട്. നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ടെങ്ങനെ എന്ന ചോദ്യം വലുതായിരുന്നു. ആ ചോദ്യത്തിൻ്റെ പുറത്താണ് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ അന്ന് അഡ്ഹോക് കമ്മിറ്റിയായി തുടരാൻ അനുവദിച്ചത്. രാജിവെക്കരുതെന്നും പോരാടണമെന്നും തന്നോട് പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കുമ്പോൾ മറുവശത്ത് കളം മൂപ്പിച്ച പലരും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. എനിക്ക് തണലായി നിന്നതിന് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഞാൻ നന്ദി പറയുന്നുവെന്നാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അമ്മയിലെ ചില തർക്കങ്ങൾ മുതലെടുത്ത് അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അഡ്ഹോക് കമ്മിറ്റിയെ ഇപ്പോൾ കോടതി വിലക്കിയതോടെ ശ്വേതാ മേനോന്റെ കളത്തിലാണ് ഇപ്പോൾ പന്ത്. ശ്വേതാ മേനോനും കൂട്ടരും വീണ്ടും ഭരണസമിതി പൊടിതട്ടിയെടുത്ത് സിദ്ദിഖിനെയും ബാബുരാജിനെയും കൂട്ടരെയും ഓടിച്ചകറ്റുന്ന കാഴ്ച. വിചിത്രമാണ് അമ്മ സംഘടനയിലെ ഈ ദൃശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.